നമസ്കാരം. ഇതാണ് ബുദ്ധഗയ എന്ന് പറയുന്ന ബുദ്ധൻ്റെ ജ്ഞാനം സൃഷ്ടിച്ച സ്ഥലം. ഈ സ്ഥലത്തിൻ്റെ നിന്നാണ് ബുദ്ധന് ജ്ഞാനം സൃഷ്ടിച്ചു എന്നാണ് ഇവിടുത്തെ സങ്കല്പം. അങ്ങനെ ആ ബുദ്ധഗയയുടെ അടുത്തുള്ള പ്രതിമകളാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. എല്ലാം ഇവിടുത്തെ ഒരു സങ്കല്പ രീതിയിൽ ഓരോ ബുദ്ധന്മാരുടെ അവതാരങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു ക്ഷേത്രം പോലെ ഒക്കെ കെട്ടിയാണ് ബുദ്ധഗയ നിർമ്മിച്ചിരിക്കുന്നത്. ആ ബുദ്ധൻ ജ്ഞാനത്തിലിരിക്കുന്നൊരു ഭാവമാണ് ബുദ്ധഗയ. 5562 അടി ഉയരത്തിലും മറ്റുള്ള സൃഷ്ടി ചെയ്ത് ആ ബുദ്ധ ഭഗവാൻ ജ്ഞാനത്തിലിരിക്കുന്ന ഒരു ഭാഗത്തെയാണ് ഇപ്പോൾ ഇവിടെ കണ്ടിരിക്കുന്നത്. ബീഹാർ എന്ന സ്ഥലത്താണ് ബുദ്ധഗയ സ്ഥിതി ചെയ്യുന്നത്. ഗയ എന്ന് പറയുന്ന ക്ഷേത്രം കഴിഞ്ഞാൽ ബുദ്ധഗയ എന്നുള്ള ക്ഷേത്രത്തിലോട്ടാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അതിപ്രധാനമായിട്ടുള്ളൊരു ഭാഗം തന്നെയാണ് ഒരു ഈശ്വരാധീനം എന്ന് പറയുമ്പോൾ ആ ഭഗവാന്റെ ഒരു ചൈതന്യം ഗയ എന്ന് പറയുന്ന ഭാഗത്തു നിന്നും സ്ഥിതി ചെയ്യുന്ന ബുദ്ധഗയയിലോട്ട് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇതിനുശേഷം അടുത്തത് കാശിയിലോട്ടാണ്. അപ്പോൾ ആ ബുദ്ധഗയയിലോട്ട് നിന്ന് കാശിയിലോട്ട് പോയി നമ്മൾ ഓരോ ബുദ്ധൻ്റെ അവതാരങ്ങളാണ് ഇതൊക്കെ. ഓരോ ബുദ്ധൻ്റെ അവതാരങ്ങളാണ് ഈ പ്രതിമകളൊക്കെ ഇങ്ങനെ വച്ചിരിക്കുന്നത്. കാണാൻ നല്ലൊരു ചിന്തമാണ്. ഈശ ആദിയോഗി എന്ന പോലെ ഒരു ജ്ഞാനത്തിലിരിക്കുന്ന ഭഗവാന്റെ ഒരു സാന്നിധ്യമാണ് ബുദ്ധഗയ. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം.